പ്രതിപക്ഷ നേതാവ് അത്ര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ KC നമ്മളോടൊക്കെ ഇടപെടുന്ന പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ആ ചർച്ചകൾക്കിടയിലൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അദ്ദേഹം അത്രയേറെ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ഒരു കാരണം എന്തായിരുന്നു? മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം വന്ന ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെട്ടതൊക്കെ. എന്തുകൊണ്ടാണ് അത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രതിപക്ഷ നേതാവായാലും ഞാനായാലും അതുപോലെ രമേശ് ചെന്നിത്തലയായാലും ശശി തരൂറായാലും ഒക്കെയുള്ള സുരേഷ് ആയാലും ഒക്കെയുള്ള ഞങ്ങൾ ഒരു സീനിയർ നേതാക്കന്മാരുടെ നിര ആരെടുത്ത് നോക്കിയാലും ഒരുപാട് ടെൻഷൻ ഉണ്ടാവുമല്ലോ ഒരു ഇലക്ഷൻ ആകുമ്പം. സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമല്ലല്ലോ, ക്യാമ്പയിനെ കുറിച്ചിട്ട് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഇതൊരു കാര്യം മാത്രം ചിന്തിച്ചിട്ടാണോ? ഓരോ നേതാവും നേരിടുന്ന ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട ഒരുപാട് സമ്മർദ്ദങ്ങൾ ഓരോ നേതാവും നേരിടുന്നുണ്ട് എന്ന് വെച്ചില്ല എല്ലാവരുടെയും ബോഡി ലാംഗ്വേജോ എല്ലാവരുടെയും പ്രകൃതങ്ങളോ ഒരുപോലെ ആയിരിക്കത്തുമില്ല. ഇപ്പം ഞാനും ചിലപ്പോൾ ശോഭിക്കുന്ന ആളാണ്. KC കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഓപ്പണാണ്, പ്ലസൻ്റ് ആണ്. അല്ല, ഞാൻ എന്നും ഹാപ്പിയാണ്. എൻ്റെ മനസ്സ് ഞാൻ പറയുന്നത് തെറ്റാണ് എന്നെ കുറിച്ചിട്ട്, പക്ഷെ അത് ആലപ്പുഴക്കാർക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആരാണെന്നുള്ളത്. കണ്ണൂരുകാരനാണോ ആലപ്പുഴക്കാരനാണോ? ഞാനാ ജനിച്ചത് കണ്ണൂരാണ്, പക്ഷേ ആലപ്പുഴ എന്നെ ഏറ്റെടുത്തതാണ്. KCയുടെ ഒരു ഹൃദയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എവിടെയാ? എൻ്റെ ഹൃദയത്തോടാ, സംശയമില്ല. എൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ പറയില്ലേ, അത് കണ്ണൂരിനോടുണ്ട്. അമ്മ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ എൻ്റെ മദറാണ് എനിക്ക്. അപ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ, എൻ്റെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, അതെല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെ എല്ലാം നിങ്ങളെല്ലാം ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, ഒന്നിച്ച് പഠിച്ചവർ, ആ കളിസ്ഥലം. പക്ഷേ എനിക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽപ്പുണ്ടായത് ആലപ്പുഴക്കാർ കൊണ്ട് മാത്രമാണ്. കണ്ണൂരുകാരനായ ഞാൻ 96 ആലപ്പുഴ പോയപ്പോൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവരെന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇന്നും ആ സ്നേഹമുണ്ട് എനിക്ക്. സത്യത്തിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്ത് പൊളിറ്റിക്കൽ സംഘർഷം ഉണ്ടായാലും ആലപ്പുഴയിൽ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷക്കാരനോടൊന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ തീരദേശത്ത് പോയി ഒരു മത്സ്യത്തൊഴിലാളി സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും അപ്പമാണ്. അല്ലെ, കണ്ണൂരിൻ്റെയും ആലപ്പുഴയുടെയും കാര്യം ശ്രീജ പറഞ്ഞു, ഡൽഹി കൂടിയുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ എന്താ പറയുക ഏറ്റവും പേഴ്സണൽ റാപ്പോ ഉള്ള നേതാവ് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡൽഹിയെ കൂടി അക്കാര്യത്തിൽ ഒന്ന് ചേർത്താലോ? ഡൽഹി എൻ്റെ കർമ്മ വേദിയല്ലേ ഇപ്പോൾ. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു മലയാളി, അതും കടന്നപ്പള്ളി പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ, ഞാൻ ഓക്സ്ഫോർഡിലും ഒന്നും പോയി പഠിച്ചതല്ല, ലാംഗ്വേജ് അത്ര കൃത്യമാക്കുന്ന ആളല്ല. ഞാൻ മാത്തമാറ്റിക്സാണ് പഠിച്ചത് MSc. അപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഹിന്ദിയും എനിക്ക് അന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കാതിരുന്ന സബ്ജക്റ്റായിരുന്നു ഹിന്ദി, സ്കൂൾ കാലഘട്ടത്തിലൂടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും ഇത്തരമൊരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചെൻ്റെ പാർട്ടിയും ആ ഒരു ഡൽഹിയും മറക്കാൻ പറ്റാത്തത് തന്നെയാണ്.